കവി, ഗാനരചയിതാവ്, സാംസ്കാരിക പ്രവർത്തകൻ, അങ്ങനെ എല്ലാ മേഖലകളിലും തൻ്റെതായ മുഖമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. PK ഗോപി. അതെ, ഓണവിശേഷവുമായി കോഴിക്കോട് വിഷനോടൊപ്പം ഇന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പരിപാടിയിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. നമസ്കാരം. അപ്പം ഓണം എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് ഓണ വിശേഷങ്ങളിൽ നിന്ന് തുടങ്ങാം. കാരണം ഓണം ഇവിടെ എത്താനായല്ലേ, നമ്മളടുത്തേക്ക് എത്താനായി. ഇനിയൊരു 8-9 ദിവസമായാൽ ഓണം എത്തിപ്പോയി. അപ്പം എന്തെല്ലാമാണ് ഓണവിശേഷങ്ങൾ, എവിടെ എത്തി ഒരുക്കങ്ങളെല്ലാം? എൻ്റെ ഓണവിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കോഴിക്കോട് വിഷൻ്റെ എല്ലാ ആസ്വാദക സുഹൃത്തുക്കൾക്കും ഓണാശംസകൾ നേരുകയാണ് ഈ സമയത്ത്. താങ്ക് യു. അതെ, അത് തന്നെയാണല്ലോ നമ്മൾ ആദ്യം തുടങ്ങേണ്ടത് അല്ലേ. ഗ്രാമത്തിൽ ജനിച്ചു വളരാൻ ഇടയായ എനിക്ക് ഗൃഹാതുര സ്മരണകളുടെ ഏടിൽ പരിപൂർണമായും ഓണവിശേഷങ്ങളേ ഉള്ളൂ. എന്തെല്ലാം ഓർമ്മകളാണ് നമ്മളോട് പങ്കുവെക്കാനുള്ളത്? അതെ, കമ്പോളത്തിനൊരു ഓണമുണ്ട്. പക്ഷേ അത് വിൽപ്പനയുടെയും ലാഭത്തിൻ്റെയും വർണ്ണപ്പകിട്ടിൻ്റെയും മറ്റൊരു ഓണമാണ്. പക്ഷെ നാട്ടുമ്പുറത്തിൻ്റെ ഓണം നിഷ്കളങ്കതയുടേതാണ്. അവിടെ ലാഭേച്ഛയൊന്നുമില്ല. വിശപ്പടക്കുക, പുത്തനുടുക്കുക, ആഹ്ലാദിക്കുക, വിരുന്നുകാരെ സ്വീകരിക്കുക, ഇതൊക്കെയാണ് ഗ്രാമത്തിലെ ഓർമ്മയിൽ പ്രധാനമായും എൻ്റെ മനസ്സിലിപ്പോൾ പ്രതിഫലിച്ചു വരുന്നത്. ഓണം പൂവിളിയോടെയാണ് ആരംഭിക്കുന്നത്. ഓണപ്പൂവ്, ഓണക്കൊയ്ത്ത്, ഓണപ്പൊലി, ഓണക്കളി അല്ലേ, ഓണക്കല. കലകളില്ലാതെ ഒരു ഓണം ഞങ്ങളുടെ നാട്ടിലില്ല. പുരാവൃത്തത്തെ നമുക്ക് ഏതു തരത്തിൽ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. ഏതൊരു സമൂഹത്തിലും അവരുടെ വിശ്വാസം, ആചാരം, നാട്ടുനടപ്പ് എന്നൊക്കെ പറയും. അതനുസരിച്ച് പ്രബലമായ ഒരു കഥയുണ്ടാകും. ആ കഥയുടെ അടരുകളിൽ നിന്ന് ഒരു സംസ്കാരത്തെ നാം വീണ്ടെടുക്കും. ആ സംസ്കാരത്തിൻ്റെ നിർവചനത്തിലാണ് രാഷ്ട്രീയം വ്യവസ്ഥ ഒളിച്ചിരിക്കുന്നത്. പക്ഷേ ഗ്രാമത്തിലെ പാവപ്പെട്ടവർക്ക്, നിരക്ഷരർക്ക് രാഷ്ട്രീയ വ്യാഖ്യാനങ്ങൾ അറിയില്ല. ആരാ ഭരിക്കുന്നതെന്നറിയില്ല. ശരിയല്ലേ? രാജ്യത്ത് നിലനിൽക്കുന്ന നിയമത്തെക്കുറിച്ച് അറിയില്ല. പക്ഷേ അവരുടെ അവസ്ഥയെക്കുറിച്ച് അവർക്ക് ബോധ്യമുണ്ട്. അവർക്ക് പട്ടിണിയുണ്ട്, കഷ്ടപ്പാടുണ്ട്, കൂലി കിട്ടാത്ത അല്ലേ ദുരനുഭവങ്ങൾ ഉണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാത്ത ഗതികേടിൻ്റെ കാലം, അതൊക്കെ അവർക്കറിയാം. പക്ഷേ ഇതൊരു വ്യവസ്ഥയുടെ ഭാഗമാണ് എന്നവർ മനസ്സിലാക്കുന്നില്ല. പിന്നീട് എത്രയോ കാലം കഴിഞ്ഞ് സാക്ഷരരായി, ചിന്തിക്കാൻ പഠിച്ച്, പൊതു ചർച്ചകളിൽ ഇടപെട്ട്, നാട്ടുജീവിതത്തിൽ പരിചയം സമ്പാദിച്ച്, ആ സമയത്താണ് നമ്മുടെ മനസ്സിൽ രാഷ്ട്രീയ ചിന്ത പ്രവേശിക്കുന്നത്. എൻ്റെ ഈ പട്ടിണിയുടെ അല്ലെങ്കിൽ എൻ്റെ ഈ ഗതികേടിൻ്റെ, എൻ്റെ ഇല്ലായ്മയുടെ കാരണം ഒരു വ്യവസ്ഥയാണ്. അത് മാറ്റിമറിച്ചാലേ എനിക്ക് പുരോഗതി ഉണ്ടാവുകയുള്ളൂ അല്ലേ. അപ്പോഴാണ് എൻ്റെ മനസ്സിൽ രാഷ്ട്രീയ ചിന്ത ഉടലെടുക്കുന്നത്. ഈ രാഷ്ട്രീയ ചിന്ത ഉടലെടുക്കുന്നതിന് വളരെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് അധ്വാനിച്ച മനുഷ്യൻ, മണ്ണിൽ പണിയെടുക്കുന്ന മനുഷ്യർ, അവരെയാണല്ലോ വിയർപ്പിൻ്റെ ഗന്ധമറിയുക അല്ലേ, കണ്ണുനീരിൻ്റെ രുചി അറിയുക, ദാരിദ്ര്യത്തിൻ്റെ കെടുതി അനുഭവിക്കുക, ഇതെല്ലാം ചേർന്ന ഒരു ജീവിത രീതിയുണ്ട്. അവർക്ക് ഏതെങ്കിലും ഒരു സമയത്ത് ഒന്ന് സ്വപ്നം കാണണ്ടേ, ഒന്ന് ആഹ്ലാദിക്കണ്ടേ, ആനന്ദിക്കണ്ടേ, അവരുടെ കുഞ്ഞുങ്ങളൊന്ന് ചിരിക്കണ്ടേ, അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു നേരം വയറ് നിറച്ച് ഉണ്ണാൻ കൊടുക്കണ്ടേ, അവർക്കൊരു പുത്തനുടുക്കണ്ടേ. ഇതാണ് ഓണത്തിൻ്റെ ഏറ്റവും സുന്ദരമായ സങ്കല്പം എന്നെ സംബന്ധിച്ചിടത്തോളം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ കാർഷിക ഉത്സവം എന്ന് പറയാം അല്ലേ. നിങ്ങൾക്ക് പുരാണ കഥയുമായി ബന്ധപ്പെട്ട് ചമൽക്കാര പ്രാധാന്യത്തോടു കൂടി ഇതിനെ വർണ്ണിക്കാം. വിശ്വാസവുമായി തീർച്ചയായിട്ടും നിങ്ങൾക്കിതിനെ ബന്ധപ്പെടുത്താം. വർത്തമാനകാലത്ത് മതവുമായി ബന്ധപ്പെടുത്താം. ഇതെല്ലാം സാധ്യതകൾ മാത്രമാണ് അല്ലേ. ഈ സാധ്യതയുടെ അപ്പുറത്ത് മറ്റൊരു സാങ്കല്പികമായ വർണ്ണനാതീതമായ മനുഷ്യവിശ്വാസമുണ്ട്.
ചോദിച്ചോളൂ, ഞാൻ മാത്രം സംസാരിക്കും. ആരോട് ഒരു ഓണത്തെ പറ്റി നമ്മൾ എന്ത് വിശേഷം പറഞ്ഞാലും ഉടനെ ഓണപ്പൂക്കളം അല്ലെങ്കിൽ ഓണസദ്യ, ഓണക്കോടി, ഓണപരിപാടികൾ, ഇങ്ങനെയൊക്കെയാണ് നമുക്ക് കിട്ടുന്ന ഒരു ഉത്തരം എന്ന് പറയുന്നത്. പക്ഷെ വളരെ രസകരമായി അതിനെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോയി ഓണം എന്നുള്ള ഒരു സങ്കല്പത്തിനെ. അപ്പം നമുക്കറിയാം, ഇപ്പം മലയാള സിനിമാ രംഗത്ത് ഒരുപാട് നല്ല സംഭാവനകൾ തന്നൊരു വ്യക്തി കൂടിയാണ്, അതെന്തായാലും എടുത്തു പറയേണ്ടതാണ്. അപ്പം ഓണം എന്ന് പറയുമ്പോൾ ആ ഒരു കാലത്ത് മലയാള സിനിമയിൽ സജീവമായിരുന്ന ആ ഒരു കാലത്ത് ഓണവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ആ ഒരു സമയത്ത് ഉണ്ടായത്? അല്ലെങ്കിൽ നമ്മളൊരു പാട്ട് എഴുതുമ്പോൾ ഓണക്കാലം വരികയോ അല്ലെങ്കിൽ ഒരു പാട്ട് റിലീസിന്റെ സമയത്ത്? സത്യം പറഞ്ഞാൽ ഓണം മാത്രമല്ല, ഞങ്ങൾക്ക് ഓണം കലകളുടെ ഒരു വിശേഷപ്പെട്ട ദിവസങ്ങളാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഓണം വരുന്നേ എന്നുള്ള ചിന്ത മനസ്സിൽ പ്രവേശിച്ച് തുടങ്ങുമ്പോഴേക്കും ഞങ്ങളൊരു നാടകം സംവിധാനം ചെയ്യുന്നത്, അവതരിപ്പിക്കുന്നത്, അത് ഞങ്ങളങ്ങ് തീരുമാനിക്കും. നാട്ടിലെ ചെറുപ്പക്കാർ, ഞങ്ങൾക്ക് കർട്ടനില്ല, ദീപവിധാനങ്ങളില്ല, ഒന്നുമില്ല, ഞങ്ങൾക്ക് മേക്കപ്പ് ഇടാൻ സൗകര്യങ്ങളില്ല, ഞങ്ങൾക്ക് വേഷഭൂഷാദികളില്ല. പക്ഷേ ഞങ്ങൾ നാടകം കളിച്ചല്ലോ. അതാണ് ഗ്രാമത്തിൻ്റെ സംസ്കാരം. ഞങ്ങൾക്ക് ഇവൻറ്റ് മാനേജ്മെൻ്റ് ഇല്ലല്ലോ, ഇല്ല. ഞങ്ങൾ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഗ്രാമത്തിൻ്റെ പ്രതിനിധികളാണ്. പക്ഷേ അന്നത്തെ ചെറുപ്പക്കാർക്ക് നല്ല തൻ്റെ ഇടം ഉണ്ടായിരുന്നു. നേരിടാം എന്തിനേയും. ഞങ്ങൾ പന്തലിട്ടു. എങ്ങനെ പന്തലിട്ടെന്നറിയാമോ? രസം. ധനാഢ്യരുടെ വീടുകളിൽ പോകും. അവിടെ പോയിട്ട് പറയും, ഞങ്ങൾക്കൊരു കമുക് തരണം. എന്തിനാണെന്നറിയാമോ? തൂണ് കുഴിച്ചിടാനാണ്. അവർ പറയും, ഓ അത് വെട്ടിയോ, ഇത് വെട്ടിക്കോളൂ, അത് വെട്ടിക്കോളൂ. എല്ലാവരും ദുഷ്ടരൊന്നുമല്ല. ഞങ്ങളുടെ കലകളോട് ആഭിമുഖ്യമുള്ളവരും ദയവുള്ളവരും ഇത് കളിച്ച് ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവരും ഞങ്ങളുടെ ഗ്രാമത്തിൽ തന്നെയുണ്ട്. അവരും കൂടി ഞങ്ങളുടെ കളിയിൽ പങ്കാളികളാകും, നാടക അവതരണത്തിൽ പങ്കാളികളാകും. 4 തൂണ് മതിയല്ലോ മുകളിൽ. ഇതെല്ലാം കയറി കെട്ടാൻ സഹകരണം ഉണ്ടെന്നേ. ഈ സഹകരണ പ്രസ്ഥാനം അപഹരണ പ്രസ്ഥാനം ആകുന്നതിന് മുമ്പ് നാട്ടിൽ നിഷ്കളങ്കമായ ഒരു സഹകരണ രീതി ഉണ്ടായിരുന്നു. മറക്കരുതേ. അതുകൂടി ചേർത്ത് വെച്ചിട്ട് എനിക്ക് എൻ്റെ സിനിമ ഒരു ഓർമ്മയിലേക്ക് വരാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം ഞാൻ നാടകം കളിച്ചത് എന്ത് നാടകമാണ് ഞാൻ കളിച്ചത്? എൻ്റെ നാട്ടിലെ വിഷയങ്ങളാണ്, എൻ്റെ നാട്ടിലെ ഇല്ലായ്മയെക്കുറിച്ചാണ്. പകലന്തിയോളം പാടുപെട്ടിട്ട് അധ്വാനിച്ചിട്ട് അരി വാങ്ങിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു ഗതികെട്ട കർഷക തൊഴിലാളിയുടെ സങ്കടമാണ് ഞാൻ കളിച്ചത്. അല്ലെങ്കിൽ സ്നേഹിച്ചിട്ടും വഞ്ചന അനുഭവിക്കേണ്ടി വന്ന ഒരു കണ്ണുനീർ മാത്രം കൈമുതലായിട്ടുള്ള ഒരു ഗ്രാമത്തിലെ സ്ത്രീയുടെ കഥയാണ്. ഏതെങ്കിലും ഒരു തത്വം, ഒരു സത്യം ജനങ്ങളെ പഠിപ്പിക്കാനാണ് ഞങ്ങൾ നാടകം അവതരിപ്പിച്ചത്. എവിടെ ചെന്നാലും നമ്മുടെ സംസ്കാരത്തിൻ്റെ പദാവലികളിലേ വരുള്ളൂ. ഗ്രാമത്തിൽ ഞാൻ സ്വീകരിച്ച, ആഘോഷിച്ച, അനുഭവിച്ച ഒരു ഓണമേ എൻ്റെ മനസ്സിൽ വരൂ. അല്ലാതെ എനിക്ക് കമ്പോളത്തിൽ നിന്ന് നിങ്ങൾ വാങ്ങിക്കുന്ന ഒരു പൂക്കളത്തോട് മമത തോന്നുകയില്ല. അന്നുമില്ല, ഇന്നുമില്ല. ഞങ്ങൾ പൂക്കളം തേടി കമ്പോളത്തിൽ പോയിട്ടേ ഇല്ല. ഞങ്ങളുടെ കുന്നിന്മേൽ പൂക്കളുണ്ടല്ലോ, പേരറിയാവുന്ന പൂക്കൾ, എന്തെല്ലാം പൂക്കൾ. ഞങ്ങളുടെ കാവിൻ്റെ ഓരത്തോടെ നടന്നാൽ മതി, ഒരു പിടി പൂവ് കിട്ടും. ഞങ്ങളുടെ തോട്ടുവരമ്പിലൂടെ നടന്നാൽ മതി, ഇഷ്ടം പോലെ പൂക്കൾ കിട്ടും. ഞങ്ങളൊരു പച്ചിലക്കാട്ടിലൊന്ന് കയറി ഇറങ്ങിയാൽ മതി, ഞങ്ങൾക്ക് എത്ര കൂടെ പൂക്കൾ വേണേലും കിട്ടും. നിങ്ങൾക്ക് ഇപ്പോഴല്ലേ പൂക്കൾക്ക് പഞ്ഞം. അതുകൊണ്ട് ഞങ്ങളെ ഈ ഓണത്തിൻ്റെ സംസ്കാരം കൃത്രിമമായി പഠിപ്പിക്കേണ്ടതില്ല. അത് സിനിമയായാലും നാടകമായാലും ഒന്നും ഇത് രക്തത്തിൽ അലിഞ്ഞു ചേർന്നിങ്ങനെ ഒഴുകുന്നതാണ്. ഈ മലയാളത്തിലെ പൂക്കളുടെ പേരറിയാവുന്നവർ എത്ര പേരുണ്ട്? മലയാളത്തിലെ പൂക്കളുടെ പേരറിയാവുന്നവർ എത്ര പേരുണ്ട്? മലയാളത്തിലെ വിത്തിനങ്ങളുടെ പേരറിയാവുന്ന എത്ര അധ്യാപകരും വിദ്യാർത്ഥികളുമുണ്ട്? എത്ര വിത്തുകൾ മലയാളത്തിലുണ്ട്? വൈവിധ്യമാർന്ന എത്രയെങ്കിലും നെൽവിത്ത് വിതച്ച് പ്രതീക്ഷ പുലർത്തി, അതായത് കിനാവ് കണ്ട് കവികൾ കാണുന്ന കിനാവിനേക്കാൾ സമർത്ഥമായി കിനാവ് കണ്ട്, അല്ലേ, ഒറ്റ വിത്തിൽ നിന്ന് പൊട്ടിച്ചെനച്ചുണ്ടാകുന്നതാണ് നൂറുകണക്കിന് കതിരുകൾ. മറന്നുപോകരുത്. ഈ സമൃദ്ധിയിൽ നിന്നാണ് നാം ഇറക്കുമതിയുടെ വറുതിയിലേക്ക്, ഗതികേടിലേക്ക് കൂപ്പുകുത്തിപ്പോയത് എന്നോർക്കണം. എൻ്റെ പൂക്കളെല്ലാം ഞാൻ ചവിട്ടി അരച്ച് മെതിച്ച് ഉപേക്ഷിച്ചതിന് ശേഷമാണ് ഞാനിപ്പോൾ റെഡിമെയ്ഡ് പൂക്കളം തേറി ഓടി നടക്കുന്നത്. ചവിട്ടി പൂക്കളമാണ്.
കമ്പോളത്തിൽ വന്നു കഴിഞ്ഞു, പൂക്കളമാണ്. പക്ഷെ എൻ്റെ മനസ്സിൽ ഓർമ്മയിൽ അങ്ങനെ ഒരു പൂക്കളത്തിൻ്റെ സങ്കല്പമേ ഇല്ല, അങ്ങനെ ഒരു രൂപഘടന ഇല്ല. ഞങ്ങൾ അധ്വാനിച്ച പണിയാളരുടെ ആത്മവിശ്വാസം അതല്ലേ വലുത്. ആത്മാഭിമാനം എന്നുള്ള ഉണ്ടല്ലോ. നമ്മളിങ്ങനെ കൊടി സ്വാതന്ത്ര്യത്തിൻ്റെത് ഉയർത്തുന്നു, വാനിൽ ഉയർന്നു പറക്കുന്നു. പക്ഷെ കൊടിയല്ലേ പറക്കുന്നത്, നിങ്ങളുടെ മനസ്സല്ലല്ലോ. പക്ഷെ നിങ്ങളുടെ മനസ്സുകൂടി പറക്കണമെങ്കിൽ ആത്മാഭിമാനമുള്ള ജനത ഉണ്ടാകണം. ആത്മാഭിമാനം ഉണ്ടാകണമെങ്കിൽ കടം കൊള്ളരുത്, കടം വാങ്ങിച്ച് കുനിഞ്ഞു നിൽക്കരുത്. കുനിഞ്ഞു നിൽക്കുന്നവൻ്റെ കഴുത്തിലെ നുകം കയറ്റൂ. ഞാൻ കുനിഞ്ഞു നിന്നാലേ നുകം കയറ്റുള്ളൂ, മനസ്സിലായോ? കുനിഞ്ഞു നിൽക്കാതിരിക്കണമെങ്കിൽ കർമ്മനിരതരായിരിക്കണം. കർമാഭിമാനം എന്നൊക്കെ പറയും അല്ലേ? അധ്വാനിക്കണമെങ്കിൽ മനസ്സ് വേണമല്ലോ, അലസത വെടിയണമല്ലോ, തല നേരെ നിൽക്കണ്ടേ? തല നേരെ നിൽക്കാത്തവൻ തൂമ്പ എടുത്ത് കളിക്കുന്നത് എങ്ങനെയാണ്? തൂമ്പയും അവനും കൂടി ചേറ്റിനകത്തിൽ വീണ് ചത്തുപോകും. തല കറങ്ങിയിട്ടേ. MDMA കഴിക്കുന്നവൻ അധ്വാനിക്കുമോ? കൈവണ്ടി വലിക്കുമോ? പാറ പൊട്ടിക്കുമോ? കാളവണ്ടി തെളിക്കുമോ? കാളെ കുളിപ്പിക്കുമോ? പശുവിനെ കറക്കുമോ? പെരമേയുമോ? ചക്ക ഇടുമോ? പൊളിക്കുമോ? അടർത്തുമോ? ഇല്ല. ഗ്രാമത്തിന് വളരെ വിശേഷപ്പെട്ട അധ്വാന സംസ്കാരമുണ്ട്. ആ സംസ്കാരം ഇഴുകിച്ചേർന്ന ഒരു ജീവിത രീതിയുടെ വക്താവാണല്ലോ ഞാൻ. ഏതൊരു പാട്ട് എടുത്തു നോക്കുകയാണെങ്കിലും അതിന് ഗ്രാമത്തിന്റെ ഒരു ഭംഗി എപ്പോഴും ഉണ്ടാവും. മറ്റൊന്നും ചിന്തിക്കില്ല. ഗ്രാമവുമായി ചേർന്നിട്ടുള്ള കാര്യങ്ങളായിരിക്കും അതിലെല്ലാം ഉള്ളത്. അപ്പൊ അത് ഗ്രാമത്തിൽ ജനിച്ചു വളർന്നത് കൊണ്ടാണോ അങ്ങനെ ഒരു? അതെ, പിന്നെ ഗ്രാമത്തിൽ അടുത്തൊരു ജന്മം ഉണ്ടെങ്കിലും എന്നെ ഗ്രാമത്തിൽ ജനിപ്പിക്കണമെന്നേ ഞാൻ പറയുകയുള്ളൂ. ഞങ്ങളാരും ഈ കമ്പോളത്തിലെ കളിപ്പാട്ടങ്ങൾ കൊണ്ട് കളിച്ചിട്ടില്ല. ഞങ്ങളുടെ ക്രിയേറ്റിവിറ്റി എന്തുകൊണ്ട് ഉണർന്നു? എന്താണ് കാര്യം? ഇറക്കുമതി ചെയ്ത കളിപ്പാട്ടം ഉണ്ടായിരുന്നില്ല, പക്ഷെ കളിച്ചല്ലേ പറ്റൂ. ബാലകൗതുകങ്ങൾക്ക് എവിടെയെങ്കിലും ഒന്ന് സ്വയം ആവിഷ്കരിക്കണ്ടേ? അവൻ്റെ മനസ്സിൽ സങ്കല്പമില്ലേ, ഭാവനയില്ലേ? അതൊന്ന് മെനഞ്ഞു വെക്കണ്ടേ? നിങ്ങൾ കളിപ്പാട്ടം വിലയ്ക്ക് വാങ്ങിച്ചു, ഞങ്ങളാകട്ടെ മണ്ണിലാ കളിപ്പാട്ടം ഉണ്ടാക്കി. നിങ്ങളൊരു കളിപ്പാട്ടം കമ്പോളത്തിൽ നിന്ന് വീടിനകത്ത് കയറ്റി, രാസപദാർത്ഥം, അതിൻ്റെ മണം കൊണ്ടിരിക്കാൻ പറ്റില്ല. പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്തു? ഉണ്ണിപ്പിണ്ടി, ഈർക്കില്, പ്ലാവില, അതുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമുള്ള കളിപ്പാട്ടങ്ങളെല്ലാം മെനഞ്ഞെടുത്തു. ഞങ്ങളുടേതല്ലേ ക്രിയേറ്റിവിറ്റി അല്ലേ? ഞങ്ങൾക്ക് കടലാസ് ഉണ്ടായിരുന്നില്ല, ഞങ്ങൾക്ക് നിറമുള്ള പെൻസിൽ ഉണ്ടായിരുന്നില്ല, വർണ്ണ പേപ്പറുകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ പടം വരച്ചെവിടെ? മുറ്റത്ത്. അപ്പം ഞങ്ങൾക്ക് അത്തക്കളം വേറൊരു ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്ന് കൃത്രിമമായി വരപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ കുട്ടികൾക്കറിയാം ഇതിൻ്റെ ചിത്രം വരയ്ക്കാൻ. അത് ഞങ്ങളുടെ ക്രിയാത്മകത എന്നൊക്കെ പറയില്ലേ, അതാണ്. അപ്പോൾ നമ്മുടെ പ്രവൃത്തിയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാവന ഇതെല്ലാം ഇഴുകിച്ചേർന്നിട്ടുണ്ടായിരുന്നു എന്നങ്ങ് വിശ്വസിച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഞങ്ങളുടെ നാട്ടിലെ സഹകരണത്തിൻ്റെ കഥയൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, ഈ ചർച്ചയുടെ പ്രധാന വിഷയം വികേന്ദ്രീകരിച്ചു പോകും. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ ഓലപ്പുര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓലപ്പുര മേയുന്നതാരാ? ഈ പണിക്കാരെ ബംഗാളിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണോ? അല്ല, നാട്ടിലെ ആമ്പിള്ളേർ വന്നിട്ടാണ്. തൻ്റെ ഇടത്തോടെ പറയുകയാണ് കേട്ടോ. എളിമയോടാണ് ഞാൻ പറയുന്നെങ്കിലുമേ, പന്തം പോലെ ജ്വലിക്കുന്ന ഒരു മനസ്സിൻ്റെ ഉള്ളിലുണ്ടേ. നാട്ടിലെ ചെറുപ്പക്കാരുടെ സഹകരണത്തിൻ്റെ മഹാശക്തി, ഇഴയടുപ്പം, അതാണ് ഓരോ ഗ്രാമവീടിൻ്റെയും മേൽക്കൂര മേഞ്ഞു കൊടുത്തത്. അറിയാമോ? വഞ്ചനയെക്കുറിച്ച് അവൻ ചിന്തിച്ചു കൊണ്ടിരുന്നപ്പോൾ ഞാൻ ഒരുപിടി വിത്തെറിഞ്ഞ കർഷകൻ്റെ സ്വപ്നത്തിനോടൊപ്പം നടന്നവനാണ്. നിങ്ങൾ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലിരുന്ന് എന്തൊക്കെയോ കൃത്രിമ ബുദ്ധി കൊണ്ട് AI എന്തൊക്കെയോ നിങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ കലപ്പനാവിൻ്റെ ഭാഷ കേട്ടവരാണ്. കമ്പ്യൂട്ടറിൻ്റെ ഭാഷ മാത്രമല്ല, കലപ്പനാവിൻ്റെ ഭാഷയും കൂടെ കേട്ടവരാണ്. കലപ്പനാവിൻ്റെ ഭാഷയിൽ ഓണപ്പാട്ടിൽ നിന്നാണ് വിചാരം. വെട്ടുചിരട്ടേൽ ഉപ്പിരിക്കുമ്പോൾ ഉപ്പില്ലെന്നവളമ്മായി, കാഞ്ഞിരമുട്ടിയെരിഞ്ഞു കിടക്കേ തീയില്ലെന്നവളമ്മായി. വെട്ടുചിരട്ടേൽ ഉപ്പിരിക്കുമ്പോൾ ഉപ്പില്ലെന്നവളമ്മായി,
കഞ്ഞിരമുട്ടി എരിഞ്ഞു കിടക്കെ തീയില്ലെന്നവളമ്മായി, പൂവാലിപ്പയ്യു പെറ്റു കിടക്കെ പാലില്ലെന്നവളമ്മായി, മുണ്ടക നെല്ല് വിളഞ്ഞു കിടക്കെ ചോറില്ലെന്നവളമ്മായി, മുണ്ടക നെല്ല് വിളഞ്ഞു കിടക്കെ ചോറില്ലെന്നവളമ്മായി. വെറുതെ സങ്കല്പിക്കുക, ഒരു 10ഓ 15ഓ ആണോ പെണ്ണോ കൂടി മുറ്റത്ത് വട്ടം ചേർന്ന് ഇത് താളമടിച്ച് പാടുന്നതായിട്ട് ചുമ്മാ അതൊന്ന് സങ്കല്പിക്കേ. ആ മുറ്റത്തോ ഉത്സവം ഇറങ്ങുകയല്ലേ. കുടയില്ലാതെ കുടമാറ്റം ഉണ്ടാവില്ലേ? ആനയില്ലാതെ പൂരം ഉണ്ടാവുകയില്ലേ? വാക്കിൻ്റെ പൂരം, ഭാഷയുടെ പൂരം, ഭാവനയുടെ പൂരം, സംസ്കാരത്തിൻ്റെ പൂരം, മനുഷ്യ സ്നേഹത്തിൻ്റെ പൂരം. ഇങ്ങനെയാണ് പാട്ടുണ്ടാകുന്നത്. നമുക്കെല്ലാം ഉണ്ട്. ഇല്ല ഇല്ല എന്ന് പറഞ്ഞ് പഠിച്ചു പോയി നിങ്ങൾ. കാരണം നിങ്ങൾ കടം വാങ്ങിക്കാനുള്ളവരാണ്. അതുകൊണ്ട് കടം വാങ്ങിച്ച് ശീലിച്ച ഗ്രാമത്തിൻ്റെ സന്താനമല്ല ഞാൻ. അത്യഭിമാനികളായ അധ്വാനിക്കുന്ന മനുഷ്യരുടെ കുലത്തിൽ പിറന്നവനാണ് ഞാൻ. അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ ഇച്ചിരി ഈ ഓണം ആഘോഷം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരല്പം ആത്മാഭിമാനം ഉയർന്നു നിൽക്കും. നമ്മുടെ ജീവിത സാഹചര്യത്തിൽ നിന്നാണല്ലോ നമുക്ക് എല്ലാം ലഭിക്കുന്നത്, അല്ലെ? നമ്മുടെ സ്വഭാവവും നമ്മുടെ ജോലിയും എല്ലാം. ഈ ഒരു ഊർജം എങ്ങനെയാണ് ഇപ്പോഴും നിലനിർത്തുന്നത്? ജീവിതത്തിൽ എന്താണ് അതിനു വേണ്ടിയിട്ട് ചെയ്യുന്നത്? ശരിയാണ്. എൻ്റെ നൊസ്റ്റാൾജിയ എൻ്റെ അടിസ്ഥാന ബലമാണ്. എനിക്ക് ദൗർബല്യമല്ലത്. ദൗർബല്യമെന്ന് കരുതരുത്. എൻ്റെ ഓർമ്മയാണ് എന്നെ നയിക്കുന്നത്. അടിത്തറ അതാണ്. അടിത്തറയില്ലാതെ മേൽക്കൂര സാധ്യമാണോ? ആണോ? അല്ല. അല്ല. അടിത്തറ ഉള്ളവൻ ആത്മഹത്യ ചെയ്യല. അടിത്തറ ചഞ്ചലപ്പെട്ടാൽ ഏതെടുപ്പും നിലം പതിക്കും. വേഷഭൂഷാദികൾ ഗംഭീരമായിരിക്കാം, പക്ഷേ ആത്മപരീക്ഷണങ്ങളെ നേരിടാൻ കഴിയാതെ വന്നാൽ കയറെടുത്തു പോകും. ഒരുപാട് ശമ്പളം വാങ്ങിക്കുന്നവർ, പോലീസ് ഉദ്യോഗസ്ഥർ, വലിയ ശാസ്ത്രജ്ഞന്മാർ, എഞ്ചിനീയർമാർ, ഡോക്ടർമാർ പോലും ആത്മഹത്യക്ക് കീഴടങ്ങിപ്പോകുന്ന വിചിത്ര കാലത്തിലൂടെയല്ലേ നാം കടന്നു പോകുന്നത്? എന്താ കാര്യം? ജനിച്ചത് മരിക്കാനാണോ? വളർത്തിയത് മരിക്കാനാണോ? കൊല്ലാനാണോ? എന്തിനാണ് ഒരമ്മ ഒരു കുഞ്ഞിനെ വളർത്തുന്നത്? അമ്മയോട് ചോദിക്കുക, അമ്മ ഈ കുഞ്ഞിനെ എന്തിനാണ് വളർത്തി? ആത്മഹത്യ ചെയ്യിപ്പിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. വളരുമ്പോൾ എന്ത് കൊടുക്കും? ഞാനവരൊരു കയർ വാങ്ങിച്ചു കൊടുക്കും. അതെന്തിനായിരുന്നു? ദുഃഖം വരുമ്പോൾ തൂങ്ങിച്ചാവാനാ. പറയുകയില്ല. അമ്മയാണ് സ്വാതന്ത്ര്യം തന്നത്. വേദനിച്ച് പ്രസവിച്ചത് മോളെ, മകനെ നീ പോയി ജീവിക്കൂ എന്ന് പറഞ്ഞിട്ടാണ്. ആ ജീവിതത്തെ തല്ലിക്കെടുത്തിയത് എന്താണെന്നറിയാമോ? ഈ പഠിച്ച പിള്ളേരെല്ലാം പ്രേമിക്കുന്നവൻ നടുറോഡിൽ വെട്ടിക്കൊല്ലുന്നത് എന്താ? പ്രേമമില്ലാത്തതുകൊണ്ടാണ്. സ്നേഹമില്ല. സ്നേഹിച്ചാൽ കൊല്ലുമോ? ഇല്ല. സ്നേഹിച്ചാൽ വളർത്തുകയുള്ളൂ, പരിപോഷിപ്പിക്കുകയുള്ളൂ. മനുഷ്യനെ മാത്രമല്ല, മുറ്റത്തെ ചെടിയെ പോലും സ്നേഹിച്ചാൽ അതിന് വളവും ജലവും കൊടുക്കുകയേ ഉള്ളൂ. മുള്ളുള്ള ചെടിയാണ് റോസ. പിന്നെ എന്തിനാണ് വളമിട്ട് പരിപാലിച്ച് വളർത്തുന്നത്? എന്തിനാണ്? മുള്ളുണ്ടല്ലോ. ഒരിക്കൽ അതിന് പൂ വരും എന്ന് പ്രതീക്ഷിച്ചിട്ടാണ്. ഞാൻ എൻ്റെ സങ്കടങ്ങളെ മുഴുവൻ സഹിക്കുന്നത് ഒരിക്കൽ നീതിപൂർവം ഒരു വ്യവസ്ഥ എനിക്ക് അനുഭവിക്കാൻ കിട്ടും എന്ന് കൊതിച്ചിട്ടാണ്, പ്രതീക്ഷിച്ചിട്ടാണ്. ആ വ്യവസ്ഥയുടെ പേരാണ് ഓണം, തിരുവോണം. നമ്മൾ ഈ ഒരു എഴുത്തിന്റെ ലോകത്തേക്ക് തന്നെ വരികയാണെങ്കിൽ, എഴുത്തിൽ നിന്ന് സിനിമാ ലോകത്തേക്കുള്ളൊരു എഴുത്തിലേക്കുള്ളൊരു മാറ്റം, പിന്നെ സിനിമയിലേക്ക് തന്നെ വലിച്ചടിക്കുന്നത് അല്ല, നമ്മുടെ പ്രേക്ഷകർ അത് തന്നെയാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത്. അങ്ങനെയൊന്നുമല്ല. പ്രേക്ഷകർക്ക് സിനിമ മാത്രമല്ല, പ്രേക്ഷകർക്ക് അല്ലാത്തൊരു ലോകം കൂടെ വലിയ ഇഷ്ടമാണ്. ഞാനൊക്കെ എന്നും പോയി പരിപാടിക്ക്, ഇന്നും ഞാൻ പോകും. ഞാൻ പിന്നെ അവിടെ പറയുന്നത് സിനിമയെക്കുറിച്ചൊന്നും അല്ലല്ലോ. ആളുകൾക്ക് ജീവിതത്തെക്കുറിച്ച് പറഞ്ഞാൽ മതി. അവർക്കിഷ്ടമാണ്. അവരുടെ കാതലായ ചില പ്രശ്നങ്ങളുണ്ട്, അവരുടെ ആത്മസൗന്ദര്യം, സത്യം, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചാൽ മതിയെന്നേ. അല്ലാതെ വലിയ ആർഭാടത്തോടു കൂടിയിട്ടൊന്നും, അതൊന്നുമല്ല ലോകം. ലോകത്തിന് മറ്റൊരു മേഖലയുണ്ട് മോളെ, വേറൊരു ലോകമുണ്ട്. സൗന്ദര്യത്തിന് വേറൊരു ഭാവമുണ്ട്, വേറൊരു മേഖലയാണ്. നിങ്ങളുടെ വീട്ടിലെ പിള്ളേർ സ്കൂളിലുണ്ടെങ്കിൽ അടുത്ത് വന്ന ഈ ഒരാഴ്ചയിലെ പത്രത്തിലെ വാർത്ത എഴുതാൻ പറയാൻ പറ്റുമോ? പറ്റുമോ? ഇല്ല. എല്ലാം കലയുമായി ബന്ധപ്പെട്ടതാണ്. സത്യത്തിൽ അത് കലയുമായി ബന്ധപ്പെട്ടതാണോ? അല്ല. അത് കലയുമായി ബന്ധപ്പെട്ടതല്ല, അത് കലിയുമായി ബന്ധപ്പെട്ടതാണ്. കലയാണ് ഏറ്റവും വേഗം കലിയാവുന്നത്.
ഇപ്പുറത്തൊരു വള്ളി ഇട്ടാൽ മതി, കലിയാവും. കലി കാലത്തിന് ബാധിക്കുന്ന മാരക രോഗമാണ്. അതിനെ ചികിത്സിക്കാനാണ് കല. പക്ഷേ കലാകാരന്മാരോ അല്ലെങ്കിൽ അതിന് വല്ല സ്ത്രീലിംഗവും ആവശ്യമുണ്ടേ കാരികളോ എല്ലാവരും കൂടെ കലി ബാധിച്ചവരായാൽ അതാണോ സൗന്ദര്യം? അതോ സത്യം? അതാണോ കവിത? ഏയ്, അങ്ങനെയൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. വേറൊരു ലോകമുണ്ട്. ആ സൗന്ദര്യാത്മകതയുടെ ലോകത്തിലേക്ക് വരൂ. കേവഞ്ചി നീന്തും പുഴയും തങ്കക്കോവിലുമാലും വഴിക്കാവും പൂവിളി ചിന്നവേ ഓണവില്ലിൽ നാദം നിലയ്ക്കാത്ത നാടു കണ്ടു, നാദം നിലയ്ക്കാത്ത നാടു കണ്ടു. ഇതെഴുതിയ കവിയില്ല, പി കുഞ്ഞിരാമൻ നായർ. പക്ഷെ കവിതയുണ്ടല്ലോ. നാദം നിലയ്ക്കാത്ത നാടാണിത്. എന്തിൻ്റെ? പൂവിളി ചിന്നിയ നാടാണിത്. ഇത് കേവഞ്ചികളുടെ നാടാണ്. എത്രയോ വർഷം മുമ്പ്, ഞാനിപ്പോൾ നിങ്ങളെന്നോട് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഒരു പഴയ ഡയറിയിൽ നിന്നെടുത്താണ്. എത്രയോ നാൾ മുമ്പ് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ വളരെ പ്രശസ്തമായ ഒരു CD യിൽ ഉൾപ്പെടുത്തിയതാണ്. ഇത് സംഗീതം ചെയ്ത് VK ശശിധരനാണ്. പ്രശസ്തനായ ഒരു പൊതുപ്രവർത്തകനായിരുന്നു. അദ്ദേഹം സംഗീതജ്ഞൻ കൂടിയാണ്. നിരവധി പാട്ടുകൾ ഈ പൊതുവിദ്യാഭ്യാസ പ്രചരണത്തിന് വേണ്ടി അദ്ദേഹം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ആളുകൾ ഇതൊക്കെ പഠിക്കണ്ടേ. മണിത്തുമ്പപ്പൂ കുത്തരി മുറത്തിലിട്ട് കൊഴിക്കുമ്പോൾ മുത്തശ്ശിക്കൊരു മൂളിപ്പാട്ട്, തുളസി വെറ്റില കൊട്ടടയ്ക്ക പുകല ചുണ്ണാമ്പ്, ചവച്ചവയ്ക്കണ മുത്തശ്ശിക്കൊരു മൂളിപ്പാട്ട്, മൂളിപ്പാട്ട്. മനസ്സെവിടെയോ ഒരു മുത്തശ്ശിയുടെ അടുത്ത് പോയോ? ഇല്ലേ? ഒരു തറവാട്ടിൽ പോയോ? എൻ്റെ മക്കളുടെ പ്രായമേ ഉള്ളൂ, അതുകൊണ്ട് പറയുകയാണ്. ഒരിക്കലും ഒരുത്തിൻ്റെയും കിരീടം ചിരിക്കുകയല്ല. ചിരിക്കുമോ? മുഖം മാത്രമേ ചിരിക്കൂ. മുഖം മാനുഷികമാണ്. കിരീടമോ അധികാരത്തിൻ്റേതാണ്. അധികാരത്തിൽ വലിയ മാനുഷികതയൊന്നും നിർബന്ധമില്ല. അധികാരത്തിൽ ശക്തി മതി, കിരാത ശക്തി മതി. പക്ഷേ മനുഷ്യത്വത്തിന് അതുപോലല്ലോ. ശാദ്വലമായ ചിലത് വേണം, ആർദ്രമായ ചിലത് വേണം. ഓണമെങ്ങു പോയെന്നു ചോദിച്ചു നിലാവിൻ്റെ നാലുകെട്ടുകൾ കേറിയിറങ്ങിയൊടുവിലൻ. ഓണമെങ്ങു പോയെന്നു ചോദിച്ചു നിലാവിൻ്റെ നാലുകെട്ടുകൾ കേറിയിറങ്ങി ഒടുവിലൻ. ഗ്രാമവീട്ടിലെ മുറ്റത്താരോരും അറിയാതെ മൂലയിൽ നിലമ്പറ്റ വിരിഞ്ഞ കുഞ്ഞിപ്പൂവേ, നോവാതെ നുള്ളാതെന്നും മാവേലി നാടേ വാഴ്ക വാഴ്കെന്നു പാടിപ്പാടി ആഹ്ലാദപൂർവം നിന്നെ മാറോട് ചേർക്കുന്നു ഞാൻ. പൊലി പൊലിയേ പൊലി. സ്വപ്നങ്ങൾ ഊഞ്ഞാലാടിയെത്തുമ്പോൾ അത്തക്കളം എത്രയോ പുരാവൃത്തപ്പൊരുളിൽ തെളിയുന്നു. കൺമുന്നിൽ അമ്മക്കയ്യാൽ വിളമ്പും തുമ്പച്ചോറിൽ കണ്ണുനീരുപ്പിൻ രുചി അറിഞ്ഞു ചിരിക്കുന്നു. എത്ര നാൾ കഴിഞ്ഞാലും മാവേലി വരാറുള്ള ചിത്രഭൂപടം നോക്കി ഇങ്ങനെ വിളിക്കുന്നു. എത്ര നാൾ കഴിഞ്ഞാലും മാവേലി വരാറുള്ള ചിത്രഭൂപടം നോക്കി ഇങ്ങനെ വിളിക്കുന്നു. പൊലി പൊലിയേ പൊലി, പൊലി പൊലിയേ പൊലി. ഒരുപാട് ഓണവിശേഷങ്ങൾ ഞങ്ങളുമായി പങ്കുവെച്ചു. ഒരുപാട് നന്ദി ഈ ഒരു സമയത്തിന്. അപ്പം സാറിന്റെ കുടുംബത്തിനും നല്ലൊരു ഓണാശംസകളും നേരുന്നു. ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നു കേട്ടോ. എല്ലാവർക്കും ഓണാശംസകൾ ഒരിക്കൽ കൂടി ഞാൻ നേരുന്നു. വന്നതിന് നന്ദി. വീണ്ടും കാണാനിടവരട്ടെ. നമസ്കാരം.